എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ചാലഞ്ച് എന്ന് പറയുന്നത് വെയിറ്റ് ചാലഞ്ച് ആണ്. ഇന്നത്തെ ചാലഞ്ചിൽ ഇത് ഉപയോഗിച്ചിട്ടായിരിക്കും ചാലഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ 3 പേരല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചാലഞ്ചിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത്. ഒരു പുതിയൊരു വിശിഷ്ട അതിഥി വരേണ്ട സമയമാണ് ഗൈസ്. അപ്പോ സോ ലെറ്റ്സ് ഇൻട്രൊഡ്യൂസ് ഡോമിനേറ്റർ. അപ്പോ ഡോമെ ഇനി മുതൽ നമ്മുടെ ചാലഞ്ചിലും വീഡിയോസിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഇതാണ് ഡോമിന്റെ കന്നി ചാലഞ്ച്. ഓക്കെ, ഫസ്റ്റ് ചാലഞ്ച്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ പരിപാടികൾ പോകാം. അപ്പൊ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇപ്പൊ ലൈക്ക് ഫ്രൂട്ട്സ് ഉണ്ടാവും, വെജിറ്റബിൾസ് ഉണ്ടാവും, അതിന്റെ അതുപോലെ തന്നെ വേറെ പല സാധനങ്ങൾ, സ്നാക്സ്, അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ടാവും. നിങ്ങളുടെ കയ്യിൽ കത്തി അല്ലെങ്കിൽ സ്പൂൺ തരും. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ആപ്പിള്, ഓക്കെ, ഞാൻ അത് കറക്റ്റ് ഹാഫ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഒരെണ്ണം തൂക്കിയപ്പോ 100 ഗ്രാമും മറ്റേ തൂക്കിയപ്പോൾ 100 ഗ്രാം. മനസ്സിലായോ? അപ്പൊ ഞാൻ വിന്നർ ആവും. മനസ്സിലായ? കറക്റ്റ് ഹാഫ് ആണ്. മനസ്സിലായോ? അങ്ങനെ വരില്ല, അത് പോസിബിൾ ആണ്. ഇനി അങ്ങനെ ആക്കിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും സിമിലർ, ഏറ്റവും അടുത്തത് കുറച്ച് ഡിഫറൻസ് ഉള്ളത് ആരാന്ന് നോക്കും. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇതിന്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി അവിടെ ആൾക്കാരുണ്ട്. അവിടെ കള്ളക്കളിയൊന്നും നടക്കില്ല. അല്ല, നമ്മൾ ഡോമിനെ ഒരു സ്റ്റാച്ചുവിനെ എന്തെങ്കിലും വാ തുറന്ന് പറ. ഇംഗ്ലീഷ് വീട്ടോക്സിനെ കുറിച്ച് 2 വാക്ക്. വീട്ടോക്സിനെ പറ്റിട്ടാ. വീട്ടോക്സിന് ലോഗോ ഡിസൈൻ ചെയ്ത ഞാനാണ്. ഐഡിയ ഡിസൈൻ ചെയ്തത് ഞാൻ. സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്റെ പേര് അർജുൻ. എന്റെ വീട് ഫോർട്ട് കൊച്ചിയിലാണ്. ഒരാഴ്ച എന്ന് പറഞ്ഞിട്ട് വരയ്ക്കാൻ വേണ്ടി വന്നത്. ഇപ്പൊ 2-2.5 വർഷമായി. 2-3 വർഷമായി. അതുകൊണ്ട് ഒരാഴ്ച ആയിട്ടില്ല. എന്നോട് 2 ദിവസം ഒരാഴ്ച വേണ്ടി വന്നേ. അർജുന് എല്ലാം കണക്കാ. ഞാൻ ഗസറ്റില് പേര് മാറ്റാൻ കൊടുത്തിട്ടുണ്ടെന്ന്. നീ കാരണം പലരും അർജുൻ എന്നുള്ള പേര് മാറ്റുക. രാശിയുടെ കയ്യനെ സീനിയേഴ്സിനെ ബഹുമാനിക്കുന്നില്ലല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോമിനെ റാഗ് ചെയ്യേണ്ടത് ജൂനിയർ ആണ്. റാഗ് ചെയ്യേണ്ടതാണ്. ഇവിടെ സീനിയേഴ്സിനെതിരെ കൗണ്ടർ അടിക്കാനൊന്നും പാടില്ല, പ്രത്യേകിച്ച് അയാളത്. നമുക്ക് ഐറ്റംസ് എടുക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞ പോലെ ആപ്പിൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ 4 ആൾക്കും ഓരോ ആപ്പിൾ വെച്ച് കിട്ടും. വേറൊരു കാര്യം, നമ്മുടെ പുതിയ ആൾ തന്നെ തുടങ്ങിയാലോ? നോക്കി പിടിച്ചോ. പുതിയ കത്തിയാണ്. ഓക്കെ, പകുതിയല്ല കറക്റ്റ് 2 പീസും സെയിം വെയിറ്റ് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യണം. ഈ സാധനം അതൊന്നും കത്തി വെച്ച് ഇറങ്ങടാന്ന് പറഞ്ഞാൽ തന്നെ ഇറങ്ങി വരും. അതൊന്നും ചെയ്യില്ലേ? പറയാൻ പറ്റില്ല. ചിലപ്പോ പൊട്ടനാണോ ഇതൊക്കെ? എന്തോ ഇങ്ങനെ അല്ലെങ്കിൽ അർജുനുള്ളവരുള്ളവരൊക്കെ ബുദ്ധിയുള്ളവരെ കൊണ്ടുവന്നൂടെ? കട്ട് ചെയ്തോ. കറക്റ്റ് ഹാഫ് ആയിരിക്കണം. എടേ ഇത് ആദ്യം ഒരു പീസ് വെക്ക്. ഒരു പീസ് 60 ഗ്രാം. ഒരു പീസ് 60 ഗ്രാം ആണ്. അടുത്ത് വെക്കാലോ? അപ്പൊ അടുത്ത് വെക്കാം. പിന്നെ നെറ്റ് 2 കിലോ. ഞട്ടിന് 50 കിലോ ഉള്ളത്. ഞട്ട് പോയ 10 കിലോ പറയും. 10 ഗ്രാം പറയുക. ഞട്ട് പറഞ്ഞ 10 ഗ്രാം പറയും. ഏറ്റവും കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുന്ന ആൾക്ക് കിട്ടും. കറക്റ്റ് ഹാഫ് കട്ട് ചെയ്താല് ജയിക്കുന്നവർക്കല്ല, ജയിക്കുന്നവർക്ക് വേറെ സമ്മാനമുണ്ട്. കയ്യിൽ നിന്ന് ഇപ്പൊ ഒരു ചുമന്ന കളറിലൊരു സാധനം. അപ്പൊ നമ്മുടെ അടുത്തത് എഡ്വിൻ മത്സരിക്കുന്നു. ഇതിങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന ആപ്പിളാ. നല്ലൊരു ആപ്പിളുണ്ടോ? ബുദ്ധി എടോ മനുഷ്യ, അതിങ്ങനെ ചെരിഞ്ഞ ഈ സൈഡ് ഇങ്ങനെ ഇത് കട്ട് ചെയ്യണം. അപ്പൊ എന്താ കയ്യൊക്കെ വറക്കണം എന്തിന്? ഓക്കെ ഗൈസ്, അപ്പൊ കൊമ്പന്റെ ഒരു പീസ് നോക്കാൻ വേണ്ടി പോണേ. ഓക്കെ, ഈ ഒരു പീസ് 74 ആണ്. ഒരേതായിട്ടില്ല. ഒരു പീസ് 74ഉം ഈ ഒരു പീസ് 72ഉം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും കൊമ്പൻ ഏറെക്കുറെ അടുത്തെത്തിയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ അടുത്തത് നമ്മുടെ
നമ്മുടെ കൂട്ടത്തിലെ സുന്ദരൻ സുഗമനുമായ നമ്മുടെ എഡ്വിൻ ബിസിക്കാണ് കട്ടാൻ വേണ്ടി എഡ്വിൻ ബിസി പിടിക്കും കത്തിയൊക്കെ നോക്കി ഇതെന്ത് ഇത് കണ്ടോ ഇത് ഞാൻ തോക്കും ഗൈസ് കാരണം എനിക്ക് വേറെ അപ്ലായിരിക്കും രണ്ട് സൈഡിൽ ഒരേ വെയിറ്റ് ആക്കി വളച്ചു കിട്ടിയാൽ മതി. തോപ്പിക്കാൻ വേണ്ടി പലരും പല ബുദ്ധി പറഞ്ഞു. ഓക്കെ സോ 3, 2, 1 എടാ കുറച്ച് നീക്കി വെക്കുക, ആൾക്കാർ കാണട്ടെ നിന്റെ കട്ടിങ് സ്റ്റൈല്. ഇത് കൊമ്പം കൊണ്ടേ ഇത് കൊമ്പം കൊണ്ടേ, പക്ഷെ എന്റെ മനസ്സ് പറയുന്നത് ഇത് വക്രി കറക്റ്റ് കട്ട് ചെയ്യുന്നുള്ളത്. ഓക്കെ സോ 2 പീസ് കൊടുക്കി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പീസ് വെക്കാൻ വേണ്ടി പോണേ. ഓക്കെ 78 ഓക്കെ ഒരു പീസ് 78 ആണ്. എടാ ഇത് കുറവാണ്, ഇത് നല്ല കുറവാണ്. എനിക്ക് അങ്ങനെ ഒരു ആപ്പിളാണ്. ഒന്ന് 78 ഒന്ന് 72. പക്ഷെ ഇത് കുറച്ച് നല്ല കൂടുതൽ പോലെ ഫീൽ ചെയ്യുന്നു കേട്ടോ കുടിച്ചു നോക്കുമ്പോ. അങ്ങനത്തെ ആപ്പിളാ ഗൈസ് എന്തായാലും എടുത്തതിന്റെ പക്ഷെ കൊമ്പന്റെ അത്രയും മരത്തിന്റെ സീനാണ്. എനിക്ക് കാശ്മീരി ആപ്പിൾ മതി ഗൈസ്. അടുത്ത ഞാൻ തന്നെയാണ് പിടിച്ച ഗൈസ്. അപ്പൊ ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടി പോണേ. അങ്ങനെ ചെരിച്ചട്ടിങ്ങനെ അയാൾ ഇഷ്ടമുള്ള രീതി കട്ടിയുണ്ട്. അത് അവൻ ചെരിച്ചത് കിട്ടിയതാണ്. അവൻ വെയിറ്റ് ബാലൻസ് ആക്കിയതാ. ഇത് ഞാൻ നല്ല ബാലൻസ് ആയിരുന്നു. ഇത് നോക്കുമ്പോ തന്നെ അറിയാം ഒന്ന് ചെറുതൊന്ന് വലുതാണെന്നല്ലേ. അപ്പൊ എന്തായാലും ഫസ്റ്റ് തിന്നരുത് പ്ലീസ് വെക്ക് ഗൈസ്. അപ്പൊ നമ്മളിനി വെക്കാൻ പോകുന്നത് അപ്പൊ 74. ഇത് 65. അത് 65 ആണ്. അല്ല അത് 69. എത്ര ഡിഫറൻസ് ഉണ്ട്. ഇതില് ഏറ്റവും കുറഞ്ഞ ഡിഫറൻസ് ആരാണ്? ഡോമിന്റെ അല്ലേ? ഡോമിന് 10. വെട്ടൊന്ന് 92 കൊമ്പനാണ് ഗൈസ്. അപ്പൊ ഫസ്റ്റത്തെ റൗണ്ടിൽ ജയിച്ചിട്ടുള്ളത്. അവനോട് അവൻ കിടി കിട്ടില്ല. ജയിക്കുമ്പോ എല്ലാ സാധനത്തിലും കഴിക്കണം കേട്ടാ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ റൗണ്ടിലോട്ട് പോകുമ്പോ നമ്മുടെ രണ്ടാമത്തെ റൗണ്ട് സാധനം കൊണ്ട ലാസ്റ്റ് കട്ട് ചെയ്ത റാഷി ടി പി പ്രശ്നം ഫസ്റ്റ് കട്ട്. അപ്പൊ നമ്മുടെ ഈ റൗണ്ടില് നമ്മുടെ നേന്ത്രപ്പഴമാണ് വലിയ പഴം. ഏത്തപ്പഴം നേന്ത്രപ്പഴം എന്ന് പറയും, ചിലര് വലിയ പഴം എന്ന് പറയും. പിന്നെ ഏത്തപ്പഴം നിന്റെ കത്തി കലിയുമ്പോ പേടിയാണ്. പിന്നെ ഇതിന്റെ മരത്തിന് കൊമ്പൻ. പിന്നെ അതിന്റെ അടിയത്തുള്ള സാധനത്തിന് ഡോമേട്ടെന്നും പറയും. പിണ്ടി. വെൽക്കം ടു വീട്ടോ. അപ്പൊ നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ ഞാൻ കട്ട് വേണ്ടി പോണം. ഓക്കെ പഴം ഇതില്ലേ നോക്കി, ഇവിടെയാണ് വെയിറ്റ് കൂടുതൽ. അപ്പൊ നമ്മൾ എന്താ അറിയാം ഇങ്ങോട്ട് കയറ്റി വിടണം. അപ്പൊ ഇവിടെ കൂടുതൽ വരും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇതൊരു നാക്ക് ഉണ്ട് നോക്കിക്കോ. ഇത് തെങ്കുറ നേരല്ലേ ഇതിങ്ങനെ ഇങ്ങനെ കെട്ടണം. ഇരുപതായാലും വെച്ച് നോക്കാം. വലിയ പീസ് ആദ്യം വെക്കാം. ഓക്കെ ഓ 98 ഗ്രാം. ഓക്കെ അടുത്ത പീസ് വെക്കാണ്ട് പോണം. 98 അല്ലടാ 84 ഗ്രാം. 84 98. എത്ര ഡിഫറൻസ് ഉണ്ടോ? 98 84 14 ടാസ്ക് ഗൈസ്. ഓക്കെ 14 ഡിഫറൻസോട് കൂടി റാഷിക്ക് മുന്നേറുകയാണ് സുഹൃത്തുക്കളെ. സോ ഗൈസ് അപ്പൊ അടുത്തത് നമ്മുടെ സ്വന്തം വാഴയായ കുമ്പൻ. കൊമ്പനല്ല വക്രക്കുഞ്ഞ്. സെക്കൻഡ് ലാസ്റ്റ് അർജുൻ ജംപ്. അർജുനെ വിളിക്കുന്നത് അറിയാൻ പറ്റത്തില്ല. ഞാനല്ല ഇത് അവനാ. കട്ടേ നീ കൊമ്പൻ നീയാണോ? കൊമ്പൻ നീയാണെങ്കിൽ കട്ടണം. ഇല്ലല്ല കൊമ്പൻ നീയാണ് കട്ടണം. ഇങ്ങനെ പേടിക്കരുത്. അയ്യേ കൊമ്പൻ പേടി. ഭീരുക്കൾക്ക് മരണം 1000 തവണ, ധീരന് മരണം ഒറ്റ തവണ. കൊമ്പാച്ചന്റെ യോഗ്യത എന്തെന്ന് കൊമ്പൻ അറിയില്ല, ആർക്കും അറിയില്ല. ഓക്കെ ഗൈസ് അപ്പോ പഴംകൊമ്പൻ കട്ട് ചെയ്യുന്നതാണ്. പഴംകൊമ്പന വാഴക്കൊമ്പൻ. പഴയില്ലേ എങ്ങനെ തട്ടിയോക്ക്. ഓ നല്ല സാഹസികം തന്നെ. ജിമ്മി. അപ്പൊ അടുത്തതായി കൊമ്പൻ ജിമ്മിന്റെ അതിഗംഭീരമായ ഇതൊക്കെ ചെയ്തിട്ട് ഒരു 25 ഗ്രാമിന്റെ ഡിഫറൻസ് ഒക്കെ വരണം. എന്താ ചെയ്യുന്നേ? ഇങ്ങനെ കൈ കൊടുക്കാൻ പറ്റി. ഒമ്പോ സീൻ ഇപ്പിടി നോക്കട്ടെ. അപ്പൊ കൊമ്പ കട്ട് ചെയ്ത് ഓക്കെ ഫസ്റ്റ് 100 അതോടൊപ്പം 104 ഗ്രാമേ. ഇത് 104 ഇല്ല. ഇത് ഞാൻ പറയുന്നത് 80 സംതിങ് ഉണ്ടാവും. 80 സംതിങ് 98. ഓ 98 ഗ്രാം. അപ്പൊ ഡോമ കട്ട് ചെയ്യാൻ വേണ്ടി പോണേ. ഡോമെ നോക്കി കട്ട് ചെയ്യും. ശ്രദ്ധിക്കില്ല. ഒന്ന് 10 ഗ്രാമോ 100 ഗ്രാമോ ശ്രദ്ധിച്ച് കട്ട് ചെയ്യാൻ. എന്തൊരു ഡിലേ ആണിത്.
ഓക്കെ അത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? അയാൾ അത് സാധനം എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് അരമണിക്കൂർ ഇങ്ങനെ ആലോചിക്കുക എന്നിട്ട് അത് ഇങ്ങനെ കണ്ടിരിക്കുന്നത് ഇതെന്തിനാ അങ്ങനെ ചെയ്തേ? വെയിറ്റ് നോക്ക്. അതൊക്കെ guys, okay, ഇതൊക്കെ സാഹസികമായി കട്ട് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് എന്തായാലും വെയിറ്റ് നോക്കാം. അത് കണ്ടാലേ അറിയാൻ Wait. നോക്കാം, പറയാൻ പറ്റില്ല, നോക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ. അപ്പൊ നമ്മൾ ഒരു പീസ് വെച്ചിട്ടുണ്ട്. 98 ഗ്രാം. ഓക്കെ, 68. 68 30 ഗ്രാമിന് ഡിഫറൻസ്. ആ തീക്ഷ്ണതയും മറ്റേ ഇതൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചേ ഒന്നോ രണ്ടോ പോയിന്റ് ഡിഫറൻസ് ഇതെന്താന്ന് ഡിഫറൻസ്? എല്ലാ വാഴകളും. അടുത്തത് നമ്മുടെ സുന്ദരനും സുകുമനുമനും മോനുമായ പ്ലാസ്റ്റിക് ടിവി ഞാൻ കട്ട് ചെയ്തല്ലേ? കട്ട് മൈക്കോന് കൊടുക്കും. ഞാനെന്താ നോക്കിയാ പറഞ്ഞായിരുന്നല്ലടാ. ഇതെന്താ ത്രാസ തൂക്കി നോക്കിയിട്ടാക്കാൻ പോടാ അവിടെ. കറക്റ്റ് ആ വിരലും കൂട്ടി കട്ടി. അയ്യോ അത് എന്ത് അടുത്ത. ഓക്കെ ഗൈസ്, അപ്പൊ 2 പീസ് എന്റെ ഉണ്ട്. അപ്പൊ നമുക്ക് വെയിറ്റ് നോക്കി നോക്കാം. 50 ഡിഫറൻസ്. 8 പീസ് പിന്നെ ഇല്ലല്ല, ഇത് വളരെ കുറച്ച് ഡിഫറൻസ് വരുള്ളൂ. ഞാനാ പറയണത്, നോക്കോ. ഇല്ല ഒരു 10 ഡിഫറൻസ്. 94 കാഴ്ച ഒരു പീസ് 94. 10 ഡിഫറൻസ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ വാഴക്കളിയില് വാഴനെ ജയിച്ചിട്ടുണ്ട്. പഴങ്കളിയില് പഴം തന്നെ ജയിച്ച് അങ്ങനെ. അപ്പൊ പഴങ്ങള് 2 റൗണ്ട് ഞാൻ ജയിച്ചു. എന്ത് കഴിവുള്ളവർ ജയിക്കും, ഇല്ലാത്തവർ ഇങ്ങനെ വായ്ത്താളം വിട്ടോണ്ടിരിക്കും. പഴം തന്നെ ഇയാളത് കുരങ്ങ്. എന്ത് കഷ്ടല്ലേ ഇതിനെന്തോ ഒരു ട്രിക്ക് ഉണ്ട് കേട്ടോ. എനിക്ക് ആ ട്രിക്കാണ് പഠിക്കുന്നത്. യെസ് ഗായ്സ്, ഓക്കെ. അപ്പൊ നമ്മുടെ ഈ റൗണ്ടിൽ നമ്മുടെ ഈ സ്നാക്സ് ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ വെയിറ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതെങ്ങനെയാ വെച്ചാൽ ജസ്റ്റ് കൈ കൊണ്ട് ഇടുക, ഒറ്റ ചാൻസേ ഉള്ളൂ ഗായ്സ്. അപ്പൊ എഡ്വിൻ ആണ് ഫസ്റ്റ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഗൈസ്, വെയിറ്റ് നോക്കട്ടെ. 42 ഗ്രാമേ. അത് മാറ്റി വെക്കും. ഇനിയാണ് നമുക്ക് അറിയേണ്ടത്. 18 ഗൈസ്, 18 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ 42 എഡ്വിൻ ബിസ്മി നോട്ട് ചെയ്ത്. അടുത്ത നമ്മുടെ ഡോം ആണ് ഇടാൻ വേണ്ടി പോകുന്നത്. ഇത് കറക്റ്റ് ശരിയാക്കണല്ലേ? അവർക്ക് ഇത് ഫുള്ള്. ഓക്കെ, അവർക്ക് ഇത് ഫുള്ള് കിട്ടുന്നതായിരിക്കും. ഓക്കെ, 26 ആണ്. മാക്സിമം വാരണം കേട്ടോ, അല്ലാണ്ട് 1-2 മാത്രം എടുത്തോടരുത്. കൊമ്പ അങ്ങനെ വല്ല ഉടായ്പും ഇപ്പൊ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ നടക്കൂല. വാരന്നെ വേണം. എടാ, ഇത് നിനക്ക് കൊണ്ടാളല്ല, സെയിം വെയിറ്റ് ആക്കണം. 26ഉം 34 ആണ്. ഓക്കെ, നോട്ട് ചെയ്തോ. നമ്മുടെ കൊമ്പന്റെ അതിഭീകരമായിട്ടുള്ള കള്ളക്കളിപ്പ് കാണാൻ പറ്റുന്നതാണ്. വാരില്ലെങ്കിൽ നിന്നെ വാരും. എന്ത് കുളിക്കുന്നു. വെയിറ്റ് മെഷർമെന്റ് ചെയ്യണം, മനസ്സിലായോ? ഓക്കെ ഗൈസ്, ഓക്കെ 36 ആണുള്ളത്. ഓക്കെ, 36 ആണ് കൊമ്പന്റെ ഫസ്റ്റത്തെ. നോട്ട് ചെയ്തോ. എത്രയായിരുന്നു മറ്റേത്? വന്ന് കയറിയാണ് അടിച്ചു. 4 ഡിഫറൻസ്. നിന്റെ എത്ര? ഇയാള് 2-3 പിച്ചെടുത്ത് അയാള് അവന്റെ 30 അത്ര. എടാ, ഇവന് എന്താ ഇത് നടക്കാൻ പോകുന്ന ഇവന് നീ പല കടകളിൽ നിന്നുണ്ടോ? തിന്നാൻ പറഞ്ഞില്ല. ഇത് കിട്ടിക്കുമ്പോ തിന്നല്ലേ. റാഷിയുടെ ഫസ്റ്റത്തെ ഒന്നും അപ്പൊ ഞാൻ തന്നെ ഇടാൻ വേണ്ടി പോണത് വേറെ. ഓക്കെ, 26 പൊട്ടനാണ് നിങ്ങള്. ഇത് എടുത്ത് മാറ്റിക്കേ. എന്താണ്? എന്തായാലും ഒരെണ്ണം പോലും ഒരാൾ പോലും എടുത്തു വരും. അപ്പൊ അടുത്തത് നമുക്ക് ഒരു സ്പെഷ്യൽ സാധനം വെക്കാം. ഇത് കുറച്ച് ടഫ് റൗണ്ട് ആണ്. ഓക്കെ, എന്ത് സ്പെഷ്യൽ സാധനം? ഇത് ഭയങ്കര ടഫ് ആയിട്ടുള്ള റൗണ്ട് ആണ്. അങ്ങനത്തെ ഒരു ഐറ്റം ആണ് നമ്മൾ വെക്കുന്നത്. ഓക്കെ, സാധനം എടുക്കും. യെസ് ഗൈസ്, ഇതിന്റെ പേരാണ് ഗ്രാനൈറ്റ് എന്നാണോ ചോദിച്ചത്? എനിക്കറിയാമല്ലേ, ഞാൻ അതെങ്കിലും പറഞ്ഞില്ലേ. അത് മതി ഗൈസ്. ഓക്കെ, സോ മാതള വരും. സോ ഗൈസ്, അപ്പൊ നമ്മുടെ ഈ റൗണ്ടിൽ ഫസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് കൊമ്പനാണ്. മാതളം. ആദ്യം മാതളത്തിനൊന്ന് നോക്കി തെറിപ്പിക്കല്ലേ ഒരു സാധനം
അത് കണ്ട് ഞാൻ ഇന്ന് നാടളത്തെ വളയ്ക്കാൻ നോക്കുന്നു ഒരു ബ്രോ കിടിലായിട്ട് വെള്ളം താഴ്പ അത് 1 ഗ്രാം പോയി. ഇത് കറക്റ്റ് വന്നിട്ട് കേട്ടോ. ഓക്കെ ഗൈസ് നമുക്ക് വെയിറ്റ് നോക്കാം. എല്ലാ ത്രാസ് തീരുമാനിക്കും. വെയിറ്റ് എന്റെ ത്രാസ് 130. ഓക്കെ ഗൈസ് ഓക്കെ 130 ഗ്രാം ആണ് ഒരു പീസ്. അടുത്ത് നോക്കാം. തിന്നരുത് അടി കിട്ടും. 140. ഓ ഗൈസ് 140. ഓക്കെ അത് അളകുന്നുണ്ടാണ്. ഗൈസ് എഡ്വിൻ കട്ട് ചെയ്തോളൂ രണ്ടാമത്. നോക്കി സൂപ്പർ ആയിട്ട് നോക്കാം. സോ 130 അല്ല 128 ആണ് ഇതിന്റെ വെയിറ്റ്. ഓക്കെ 128. ഇത് 140. 146 ഗൈസ് 146 ഗൈസ്. ഓക്കെ 146 ഉണ്ട്. ഓക്കെ ഗൈസ് അപ്പോൾ അടുത്ത നമ്മുടെ പുതിയ മത്സരാർത്ഥി ആയ നമ്മുടെ കൈ കട്ടിയല്ലേ പോലെ ഡോമ് കുറെ കണ്ടതാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും പ്രോമേനേറ്റിന്റെ ഇതാണ്. ഒരു കാര്യമില്ല എന്നെ പോലെ അല്ല. അതടച്ചോ. ഓക്കെ ഗൈസ് അപ്പോൾ ഡോമിന്റെ ഫസ്റ്റത്തെ പീസ് നമുക്ക് എന്തായാലും വെയിറ്റ് നോക്കാം. ഓക്കെ 128 ആണ്. 128. ഇയാൾ ഒരെണ്ണെടുത്ത് തിന്നു കേട്ടോ. ഇല്ല 154 ഗൈസ് വമ്പിച്ച ഭൂരിപക്ഷമാണ് ഇവിടെ. അപ്പോൾ അടുത്ത ഞാൻ കട്ട് ചെയ്യാം. അതെ ഇത് കൊള്ളാം, സാധനം കൊള്ളാം. അങ്ങനെ കട്ട് ചെയ്തോണ്ടാണ് ഒന്നും എല്ലാം ചെറുക്ക് വന്ന പൊട്ട. അങ്ങനെ കട്ട് ചെയ്യാൻ. ഓക്കെ ഇത് സെറ്റാണെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. എന്ത് പരിപാടിയാണ് ഇത്? കറക്റ്റ് കട്ടി. ഇത് കണ്ടോ? ഇത് ഞാൻ തൂക്കാം. 92. ഇത് എത്ര 50? എത്ര ഡിഫറൻസ്? 30 ഡിഫറൻസ്. 30. അപ്പൊ വെട്ടി 30 26. ഞാൻ ജയിച്ച 10 ഡിഫറൻസ്. എന്താ സോ ഗൈസ് നമുക്ക് എന്തായാലും അടുത്ത റൗണ്ടിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. യെസ് ഗൈസ് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു ചാലഞ്ചിലെ ഈ ഒരു റൗണ്ടിൽ തണ്ണിമത്തൻ. ഓക്കെ ഫസ്റ്റ് ജൂനിയർ. എപ്പോഴും ജൂനിയർ കൊമ്പൻ ദ ഗെയിം ചേഞ്ചർ. ഗൈസ് ഓക്കെ അപ്പോൾ കൊമ്പ കട്ട് ചെയ്തോണ്ടിരിക്കുക. കയ്യൊന്നും മുറിക്കല എന്റെ പൊന്നു കൊമ്പ. മതി കട്ട് ചെയ്ത് കത്തി മതി. ഓക്കെ ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും കൊമ്പൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതാ ഫസ്റ്റത്തെ പീസ് നമുക്ക് വെച്ച് നോക്കാം. ചെറുതായി പോയാ ആണോ സാരല്ല. ഓക്കെ 750 വരാം. ഓക്കെ നമുക്ക് അടുത്ത പീസ് വെച്ച് നോക്കാം. ഓക്കെ ഇത് തീരുമാനിക്കും കൊമ്പ. 1000 വരും. 884. ഇപ്പൊ തന്നെ ഡിഫറൻസ് നോക്കി വെച്ചോ. സാധനം വന്നിട്ടുണ്ട്. നല്ല കിടിലം തന്നെ കേട്ടാ. ചോകാന്നിരിക്കുന്ന കട്ടയാളാണ്, തിന്നാളല്ല. ബാഗ് ഓക്കെ തണ്ണിമത്തം കട്ട് ചെയ്യാൻ ഇച്ചിരി പാടാ. ചെരിവ് ആദ്യം കട്ട് ചെയ്ത ഭാഗത്ത് കൂടെ എല്ലാം അടുത്ത കട്ടേക്ക് പോണത്. അതൊന്നും കുഴപ്പമില്ല, ഹാഫ് ആക്കിയാ മതി. അത് വേറെ ഭാഗത്ത് കൂടെ. ഇത് എന്തത് ഓരോ ഭാഗത്ത് കൂടെ പോകുന്നേ. ഇത് എന്തപ്പോ 4 പീസാണ് പോയത്. എന്തിനാ താനോടെ നോക്കണ? ഞാനിവിടെ കട്ട് ഓക്കെ ഗൈസ് ഓക്കെ സക്സസ്ഫുള്ളി അങ്ങനെ 2 പീസ് ആക്കിയിട്ടുണ്ട്. സക്സസ്ഫുള്ളി ഗൈസ് ഓക്കെ അപ്പൊ നമ്മൾ നോക്കാം. വെയിറ്റ് നോക്കാം. അതൊക്കെ ഓക്കെ ഗൈസ് അപ്പോൾ എഡ്വിന്റെ ഫസ്റ്റ് പീസ് വെയിറ്റ് നോക്കാൻ വേണ്ടി പോണേ. 976. ഓക്കെ 976 ആണ്. ഒരിക്കലും ഞാൻ ജയിക്കില്ല. ഓക്കെ സോ ഗൈസ് ഇത് നോക്കാം. 814. 816. 816. ഓക്കെ നോട്ട് ചെയ്ത് വെച്ചോ. സോ ഗൈസ് അടുത്തത് ഡോം ആണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡോം എന്നാ പിടിച്ചോ. തണ്ണിമത്തനാണോ ഡോം ജയിക്കും? ഡോം ഒന്ന് പിടിച്ചു നോക്കി. കുത്തൻ വെക്കണം. ഓ ഐഡിയ ബട്ടൻ ഐഡിയ ഒരിക്കലും നടക്കാൻ പോണ കാര്യം നോക്കാം. ഓക്കെ കൈ ആപ്പിളല്ല തണ്ണിമത്തനാണ്. ആപ്പിൾ മുറിക്കുന്ന പോലെ കുത്തി. ഓക്കെ നൈസ് ബ്രോ നൈസ്. സത്യം പറഞ്ഞാൽ ഇതൊരു ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. കറക്റ്റ് വെയിറ്റ് എന്ത് കത്തി വെച്ച് ഇത് കണ്ടോ? അത് കൊള്ളാണ്ടോ, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഗൈസ് ഇത് ഡോം ജയിച്ചടാ. ഇത് ഡോം ജയിച്ചു ഗൈസ്. ഓക്കെ അപ്പൊ ഡോമിന്റെ പീസ് നോക്കാണ് കൂടുതലാ. 836. ഓക്കെ 836 ആണ്. 836. ഇനി അടുത്ത പീസ് നോക്കാൻ വേണ്ടി പോടാ. ഇത് ഇച്ചിരി കുറവാണ്. 778. എത്ര? 780. ഏറെക്കുറെ ഡോം അടുത്താണെന്ന് തോന്നുന്നു. അപ്പൊ ഇനി ഞാനും കൂടി ഞാനെടുത്തോണ്ട് തൊട്ടടുത്തുണ്ട്. എന്റെ ഡോമിന്റെ
അപ്പൊ അടുത്തത് ഞാൻ തന്നെയാണ്. എങ്ങനെയാന്ന് വെച്ചാല് അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇതിന്റെ ബ്ലൂ പ്രിന്റ് എടുക്കണം. അതല്ല ഞാൻ ആദ്യം എടുത്തത്. ഇത് റിപ്പീറ്റ് അടിക്കുന്നത്. ഇതിന്റെ ബ്ലൂ പ്രിന്റ് എടുത്തിട്ട് നമ്മൾ ഇത് എന്താണെന്ന് പറയാം, ഇത് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് നമ്മള് ഇങ്ങനെ വെച്ചിട്ട് നമ്മള് ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഒരു വര വരയ്ക്കാം. അപ്പൊ മനസ്സിലായില്ലേ? ഇത് കട്ട് ചെയ്ത് അടുത്ത ദിവസം കാണാം. ഇനി ഇങ്ങനെ വെക്കുക, മനസ്സിലായോ? ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നോക്കിയിട്ട് എന്താണെന്ന് അറിയോ, ഇവിടുന്ന് ഒരു വര വരയ്ക്കുക. അത് എന്നിട്ട് അവിടെ ഒരു കുത്തു കുത്തുക. ഇത് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കുക. അപ്പൊ എന്ത് ചെയ്യും, ഇത് വലുതും ഇത് ചെറുതായിരിക്കും. സക്സസ്ഫുള്ളി കട്ട് ചെയ്തിട്ടുണ്ട്. 714. ഓക്കെ, 714 ഒരു പീസ്. 714 കൊമ്പന്റെ 134 ഗ്രാമാണ്. 114 സെഞ്ചുറി അടിച്ചല്ലോ. ഓക്കെ ഗൈസ്, അപ്പൊ ബക്രിയുടെ 160 ആണ് ഡിഫറൻസ്. 40 റണ്ണിന് അർദ്ധ സെഞ്ചുറി, ഡോമ് 56 ഗ്രാം. ഓ 42 തോറ്റ് 42 ഗ്രാം. വിന്നർ ഓഫ് ദ ഇന്ത്യ വെട്ടു. ഇതെനിക്ക്, ബാക്കിയുള്ള നിങ്ങൾ എടുത്തോ. ഓക്കെ ഗൈസ്, അപ്പോ ഈ ലാസ്റ്റ് റൗണ്ടില് ബർഗർ ആണ്. ചെറിയ ബർഗർ അല്ല, തന്തൂരി ചെറുങ്കർ ബർഗർ. ഒരു നോർമൽ ബർഗർ ആണ്, പക്ഷെ ഇത് കട്ട് ചെയ്യൽ ഭയങ്കര പാടാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. എന്തേ തിന്നണം, തിന്നോക്കി ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇതിങ്ങനെ രണ്ടെണ്ണം പൊളത്തി അത് നടക്കൂല. എന്തത് ഇത്രയും മൂർച്ചുള്ള കത്തി വരെ തോറ്റുപോയി ഈ ഒരു ബർഗറിന്റെ ഫ്രണ്ടിൽ. അതാണ് ബർഗറിന്റെ പവർ. അല്ല, കട്ടിയിലിരിക്കുന്നുണ്ട്, കല്ല് പോലെ ഇരിക്കുന്ന ബർഗർ ഗൈസ്. ഇത് തിന്നാൻ വേണ്ടി കട്ട് ചെയ്തതാണ് ചെറിയ പീസ്. ഓക്കെ ഗൈസ്, ഓക്കെ അപ്പൊ ഈ ഒരു പീസ് നമ്മള് വെച്ച് നോക്കുന്നു. ഓക്കെ 90 അല്ല 88 ഗ്രാം ഗൈസ്. ഓക്കെ അപ്പൊ അടുത്ത പീസ് നമുക്ക് നോക്കാം ഗൈസ്. അപ്പൊ അടുത്ത പീസ് 100 ഗൈസ്. ഓക്കെ 88 100. അപ്പോ എനിക്കുള്ള ബർഗർ കത്തി പ്ലേറ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നതാ. ബർഗർ കട്ട് ചെയ്യുന്ന ഒരു നാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ വെറുതെ ഇങ്ങനെ അങ്ങനെയല്ല, അതിനൊരു നാക്ക് ഉണ്ട്. ഞാൻ കണ്ടാലും എന്നിട്ട് എന്തായി തടിയൊക്കെ കട്ട് ചെയ്തിട്ട് എന്തായി? ഞാൻ പാവം ഗൈസ്. ഓക്കെ, അത് നമ്മളിങ്ങനെ വരട്ടണം, ഇങ്ങനെ വരട്ട് ഇതിനിങ്ങനെ സൂചിപ്പിക്കണം. ബർഗർ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് കട്ട് ചെയ്യണം, കാരണം ഇത് ഭയങ്കര ചീസി ആൻഡ് ക്രഞ്ചി ആയതുകൊണ്ട് ഇത് അങ്ങോട്ട് ക്രഞ്ചി സ്റ്റോൺ ബർഗർ. എന്തൊക്കെയാ പറയുന്നത് നമ്മള് മൈൻഡ് ആക്കുന്നില്ല. ഫസ്റ്റ് പീസ് വെച്ചോക്കാം. ഒരു പീസ് 100 ആണ്. 106. 100ഉം 106ഉം. എഡ്വിനുള്ള ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഇരട്ടത് 2 കട്ട്ലേറ്റ് ഇരട്ട വെച്ചതാ. അല്ല, ഇത് ഇതായിട്ട് ഞാൻ അങ്ങനെ കട്ടിയുണ്ട്. ഓക്കെ, സോ ഗൈസ്, അപ്പൊ എഡ്വിൻ ആണ്. എഡ്വിനുള്ള ബർഗറും നൈഫും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതിനെ സൂചിപ്പിക്കണം. എന്റെ ഐഡിയ അത് റാസിക് ടിപ്പിക്ക് മാത്രമേ പറ്റുള്ളൂ ബ്രോ. സുഖിച്ചോ കുറച്ചുകൂടെ നേരെ കട്ടേടാ. എന്താണ് ഇവന് ഒരു ബണ്ണ് കട്ടേരാ അറിഞ്ഞൂടാ ഇത്ര കാലമായിട്ട്. എന്താ പ്ലേറ്റ് ഒക്കെ നീങ്ങി പോണ അതിന്റെ കൂടെ. ഇത് എനിക്ക് തോന്നുന്നത് എഡ്വിങ് ഉണ്ട്. ഈ റൗണ്ട് എഡ്വിങ് ഉണ്ട്. വിഷയം. ഫസ്റ്റത്തെ പീസ് ഇത് അവിടെ വെക്കാൻ വേണ്ടി പോകുന്നു. ഓക്കെ 68 ആണ്. 68. ഓക്കെ 68 ആണ് ഫസ്റ്റത്തെ പീസ്. രണ്ടാമത്തെ പീസ് വെക്കാൻ വേണ്ടി പോണ്. കണ്ടുപിടിച്ചു. ഓക്കെ 132 132ഉം 68. ഇതെന്താ, ഇതിൽ കല്ലുണ്ടോ? ഇതിനുള്ള കല്ലുണ്ടോ? മിനിമം ഒരു 60-70 പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. 50 അടിക്കണം അണ്ണന്. 50 അടിക്കണം. ഇതിനകത്ത് കട്ടിയിട്ട് നീ എവിടെ നോക്കിയാണോ കട്ട് ചെയ്യുന്നത്? കട്ട്ലേറ്റ് അവിടെ ഇവരെ സൂക്ഷിക്കണം. ഒന്നും കൂടി എനിക്ക് കൂട്ടണം. കൂട്ടില്ല, കുറയ്ക്കാഴ്ച പോകാതെ ഒരു സൈഡ് മൈക്ക് എടുത്തിട്ട് പറ. ഓക്കെ ഗൈസ്, അപ്പൊ കൊമ്പനുള്ള ബർഗർ കൊടുത്തിരിക്കുന്നു. കുമ്പ വിന്നർ വോട്ട്. ഇപ്പൊ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച പോയിന്റ് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചോ. ലാസ്റ്റത്തെ ആളാണ്. എന്താ ബുദ്ധിയില്ലേ? ബുദ്ധിയില്ലാത്ത ആൾക്കാരെ ഇപ്പോഴാണോ മനസ്സിലാവുന്നത്? ഇപ്പോഴല്ലേ ചാൻസിൽ പങ്കെടുക്കാൻ തുടങ്ങിയത്, അതുകൊണ്ടാണ്.
പക്ഷെ നമ്മുടെ ഓഡിയൻസിന് വീഡിയോ കാണാറില്ലേ? ഓഡിയൻസിന് എല്ലാവർക്കും അറിയാം പിന്നെ ബുദ്ധിയില്ല. ഓക്കെ സുഹൃത്തുക്കളെ, ആ ഞാൻ ഒറ്റ മുറി സുഖിപ്പിക്കണ്ടോ എന്നെ പോലെ? അയ്യോ ബണ്ണിന് നോവും നൊന്തു. ഓക്കെ മതി 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 മതി. കട്ടയില്ല നീ ഞാൻ പൊളിച്ചെടുത്തോളാം. അടിമി എനിക്കറിയാം, കട്ട് ചെയ്ത് തരാൻ കേട്ടല്ലോ. നീ ജയിച്ചു കറക്റ്റ് ആണ്. കറക്റ്റ് ഹാഫ്. ഇത് കറക്റ്റ് ആണ്. ഇത് കറക്റ്റ് ഹാഫ് ആവുന്നുണ്ട്. പെട്ടെന്ന് കട്ട് ആയിരുന്നു തൂക്കണ്ടേ ഏതോ ഇതിപ്പോ ബാറ്ററി തീരുന്നേ. ആ മതി മതി. ഓക്കെ വലിച്ചെടുക്കല്ലേ, ഇവിടെ കട്ടായിട്ടില്ല. അപ്പൊ നമുക്ക് ഫസ്റ്റ് പീസ് നോക്കാം. കൊമ്പന്റെ എത്രടാ? 98. 98. ഓക്കെ ഗായ്സ് ഓക്കെ നോക്കാം. എടാ ഇത് കറക്റ്റ് എടാ. ഇത് നോക്കാം 96 അല്ലെങ്കിൽ 97 അല്ലെങ്കിൽ 99. ഞാൻ പറഞ്ഞ 96 97 കാര്യമില്ല. ഡോമിന്റെ പോയിന്റ് ഡിഫറൻസ് 12 ആണ്. ഇവന് സെഞ്ചുറി ആണ് 50 ആണോ? 64 ഡിഫറൻസ് ആണ് ഗായ്സ് ഒക്കെ. ഈ കളിയിൽ ഏറ്റവും കൂടുതൽ ഇത് വരുന്ന ആളാണ് ജയിക്കുന്നത്. മാറിയോ? അപ്പൊ എനിക്ക് 6 ഡിഫറൻസ് വന്നിട്ടുള്ളത്. എന്റെ കൊമ്പന് 2 ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളത്. എന്ത് തിന്നാൻ പറഞ്ഞ? ഇനി തിന്നാൻ പറഞ്ഞില്ല. ഞാൻ ബർഗർ എടുക്കാൻ കൈ പിടിച്ചിട്ട് നിന്റെ കൈ കടിക്കുന്നു. തിന്നോ, ആർക്കും വേണ്ട പൊന്നു. നീ കഷ്ടപ്പെട്ട് ജയിച്ചല്ലേ, നീ തിന്നോ. ഈ മെഷീൻ ഫുള്ള് കള്ളക്കളിയാ. നീ നിന്റെ വീട്ടിലുണ്ടാണ് ഇയാളുടെ പലചരക്കടയുണ്ടാകുന്നതാണ് അതേ കള്ളക്കളി. മെഷീനൊന്നും വിശ്വസിക്കാൻ കയ്യിൽ വെച്ചിട്ട് നിങ്ങളെന്നെ നോക്കുക. ഇത് ഫുള്ളൂടെ മെഷീൻ ശരിയാണ്. നമ്മൾ അടുത്ത അടിപൊളി പുതിയ മെഷീനായിട്ട് നമ്മൾ വീണ്ടും അന്ന് ഞാൻ ജയിക്കുന്നു. എന്റെ വീട്ടിൽ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു കിടില ചാലഞ്ച് അല്ലെങ്കിൽ വ്ളോഗ് വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ